ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് കൊഴുവ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് പിള്ളേർക്ക് ഹോസ്റ്റലിലേക്കൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കൊഴുവ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തിരുമ്പി ഞാനൊരു അരമുക്കാൽ മണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് വറുത്തെടുക്കുക. അതിന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് നന്നായിട്ട് മൊരിയിച്ച് നമുക്ക് വറുത്ത് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ 2.5 കിലോളം കൊഴുവയാണ് എടുത്തിട്ടുള്ളത്. അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. വിനാഗിരി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കരുത്. വിനാഗിരി ചേർത്ത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും പച്ചമുളക് വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി എണ്ണയൊക്കെ ഒന്ന് തെളിയണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കാശ്മീരി മുളകോ മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്കൊരു 200 ഗ്രാമോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുളക് പൊടിയൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം നന്നായിട്ട് വലിയണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മീൻ വറക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം വറുത്ത് വെച്ചിട്ടുള്ള കൊഴുവ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവപ്പൊടിയും കായം പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഞാൻ വിനാഗിരിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഗ്രേവിക്ക് അനുസരിച്ച് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ടേസ്റ്റാണെങ്കിൽ അടിപൊളി. ചെറിയ മീനായിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ എരിവും പുളി ഉപ്പൊക്കെ പിടിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.